ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്ത് കറി വെക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരുന്നപ്പോഴാണ് പണ്ട് അമ്മ വെച്ച് തന്ന ആ കൂട്ടുകറിയെക്കുറിച്ച് ഓർമ്മ വന്നത്. പിന്നെ ഒട്ടും ആവാന്തിച്ചില്ല, ഓടിച്ചെന്ന് അവിടെ ഇവിടെ ഉണ്ടായിരുന്ന കുറേ മലക്കറി കഷ്ണങ്ങളൊക്കെ ഞാൻ തപ്പിയെടുത്തു. ഒരു കഷ്ണം വഴുതനങ്ങ, ഒരു കഷ്ണം കത്തിരിക്ക, ഒരു കഷ്ണം ഒരു സവാള, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഉരുളൻകിഴങ്ങ്, പിന്നെ കത്തിരിക്ക, അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന അവസാനം ഉണ്ടായിരുന്ന ആ പച്ചക്കറികളെല്ലാം ഇങ്ങനെ കുഞ്ഞാന്നിങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ തീയലിന് അരിയുന്നത് പോലെ അരിഞ്ഞ് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് തട്ടിയിടുകയാണ്. എന്നിട്ട് അല്പം ഉപ്പ് ഇട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് പാകത്തിന് തീ ചേർത്ത് വെച്ചിട്ട് അതിനെ അടച്ച് വെക്കുക. ഇതിനൊക്കെ നീരുള്ളത് കൊണ്ട് വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിൽ അടച്ച് വെച്ച് അതിൻ്റെ ആവി കൊണ്ട് വെന്തെടുക്കും. ആ സമയം കൊണ്ട് ഞാൻ അടുത്ത ചീനിച്ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുനുകുനാന്ന് തിരുമിയ തേങ്ങ ഇങ്ങനെ നല്ല ചുവന്ന പരുവത്തിലിങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക്, 1 സ്പൂൺ പിന്നെ മല്ലിപ്പൊടി, വേണമെങ്കിൽ അല്പം കുരുമുളകും ചേർക്കാം. എന്നിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് കിണ്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോഴത്തേക്ക് എൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തു പാകമായി. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് പുളിയും ചേർത്ത് അല്പം ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തത് കൊണ്ട് ഉപ്പ് നോക്കിക്കൊണ്ട് വേണം ഉപ്പിടാൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്തുകൊണ്ട് നല്ലതുപോലെ വെട്ടി അങ്ങോട്ട് തിളയ്ക്കട്ടെ. അങ്ങനെ വെട്ടി തിളച്ചിരിക്കുമ്പോൾ ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടി അതിലേക്കൂട്ട് തൂകിയിട്ട് അല്പം നല്ല കറിവേപ്പിലയും കൂടി ചേർത്താൽ നന്നായിരിക്കും കേട്ടോ. എനിക്ക് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ചേർക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറിവേപ്പിലയൊക്കെ ചേർക്കണേ. അതുപോലെ തന്നെ നല്ല പഴുത്ത തക്കാളി ചേർക്കുന്നത് നല്ലതാണേ, അതും ചേർക്കാം. അപ്പോൾ നല്ല കുറുകിയ നല്ല അമ്മ നമ്മുടെ പഴയ കാലത്തിലേക്ക് നമ്മുടെ ഓർമ്മകളെ കൊണ്ടുപോകുന്ന തരത്തിലാണ് നമ്മുടെ അമ്മക്കറി ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കൂ, നല്ല ചൂട് ചോറും അതിൻ്റെ സൈഡ് ഡിഷായിട്ട് നല്ല കുടംപുളി ഇട്ട് വറ്റിച്ച അയിലക്കറി ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ സൈഡിലായിട്ട് വെച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, നമുക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്നത്. നല്ല ചൂട് ചോറിലേക്ക് നല്ല നല്ല ചൂട് അമ്മയുടെ സ്നേഹം എന്ന് തന്നെ വേണം പറയാൻ. നമ്മുടെ അമ്മമാർ പഴയ കാലത്ത്